ഗായിക സുജാത മോഹന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിനങ്ങളാണ് അത്. മകൾ ശ്വേതാ മോഹന്റെ ജനനത്തിന് വളരെ മുമ്പ് ഭർത്താവ് മോഹന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ജോലി കിട്ടിയ സമയം സുജാതയും അമ്മയും കൂടി ചെന്നൈയിലെത്തി. ചെന്നൈ താമസത്തിനിടയിൽ സുജാത ഗർഭിണിയായി. എന്നാൽ അത് അബോർഷനായി. സങ്കടകാലം പിന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഗർഭിണിയായെങ്കിലും അതും അബോർഷനായി. ഇതോടെ കുത്തുവാക്കുകളും കള്ളക്കഥകളും പ്രചരിക്കാൻ തുടങ്ങി. പാട്ടുപാടി നടക്കാൻ സുജാത കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വച്ചെന്നായിരുന്നു കഥകൾ. അങ്ങനെയാണ് താൻ പാട്ടിനെ വെറുക്കാനും വിഷാദത്തിലേക്ക് പോകാനും തുടങ്ങിയതെന്ന് സുജാത മോഹൻ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. പക്ഷേ ദാസേട്ടൻ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിനൊപ്പം ഗാനമേളയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ആ സമയത്താണ് സിലിഗുരിയിൽ ഒരു ഷോ വന്നത്. പോകുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ടു. സാമ്പിൾ പരിശോധിക്കാൻ നൽകിയിട്ടാണ് പോയത്. ഫ്ലൈറ്റ് മിസ്സായതിനാൽ സിലിഗുരിയിലേക്കുള്ള 10 മണിക്കൂർ യാത്ര ബസ്സിലായിരുന്നു. കുന്നും മലയുമൊക്കെ താണ്ടിയുള്ള യാത്ര. പക്ഷേ പകുതി ദൂരം പിന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് കാര്യമറിഞ്ഞത്. പരിശോധനാ ഫലം പോസിറ്റീവാണ്. ഞാൻ വീണ്ടും ഗർഭിണിയായി. ഇത് കേട്ടപാടെ ദാസേട്ടൻ ബസ് നിർത്തിച്ചു. സംഗീത ഉപകരണങ്ങൾ കൊണ്ടുവന്ന പെട്ടികളിലെ സ്പോഞ്ചുകൾ വാരിയെടുത്തു. അവ സീറ്റിന്മേലിട്ട് അതിൽ കിടത്തിയാണ് പിന്നീട് എന്നെ കൊണ്ടുപോയത്. പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് ചെന്നൈയിലെത്തിയെങ്കിലും ദാസേട്ടൻ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾക്കുള്ള മുറി എനിക്കായി മാറ്റി. 3 മാസം അവിടെയാണ് പിന്നീട് കഴിഞ്ഞത്. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആദ്യ 2 ഗർഭവും അലസിയതിനാൽ ശ്വേതയെ പ്രസവിക്കുന്നതുവരെ പൂർണ്ണമായ ബെഡ് റെസ്റ്റിലായിരുന്നു താനെന്ന് സുജാത മോഹൻ പറയുന്നു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.